പാക് അധീന കാശ്മീർ പാകിസ്ഥാന്റെ കൈവിട്ടു പോവുകയാണോ? ഇന്ത്യയോടൊപ്പം ചേരണമെന്ന ആഗ്രഹം POK ജനത പരസ്യമായി പ്രകടിപ്പിച്ചു തുടങ്ങിയോ? ജനകീയ പ്രക്ഷോഭങ്ങളെ തോക്കിൻ കുഴലിലൂടെ നേരിട്ട പാക് ഭരണകൂടം ഒടുവിൽ ഗതികെട്ട് സ്വന്തം ജനങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. വിലക്കയറ്റത്തിനും സാമ്പത്തിക അവഗണനയ്ക്കുമെതിരെ കഴിഞ്ഞ 2 മാസമായി നടക്കുന്ന പ്രക്ഷോഭങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചതെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ ജനരോഷം അതിരുവിട്ടതോടെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ ചർച്ചയ്ക്കായി യാചിക്കുകയാണ്. നിരോധിക്കപ്പെട്ട ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുമായി മേശയ്ക്ക് ചുറ്റുമിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് പാക് സർക്കാർ ഇപ്പോൾ പറയുന്നത്. പ്രക്ഷോഭങ്ങൾ തുടങ്ങിയ ശേഷം 80ഓളം പേരെയാണ് പാക് സൈന്യം കൊന്നൊടുക്കിയത്. സ്വന്തം അവകാശങ്ങൾ ചോദിച്ച വിദ്യാർത്ഥികളെയും വ്യാപാരികളെയും സായുധ വിമതർ എന്ന് മുദ്രകുത്തി അടിച്ചമർത്താനായിരുന്നു ശ്രമം. എന്നാൽ POK നിയമസഭയിലെ 12 വിവാദ സീറ്റുകൾ റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് ജനങ്ങൾ പിന്നോട്ട് പോയില്ല. പാക് അധീന കാശ്മീരിൽ പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുന്ന പാക് മുസ്ലിം ലീഗിന് ഈ ജനരോഷം വലിയ തിരിച്ചടിയാകുമെന്ന് ഷഹബാസ് ഷെരീഫിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഇന്നലെ വരെ അടിച്ചമർത്തിയവരെ ഇന്ന് 99% രാജ്യസ്നേഹികളാണ് അവർ എന്ന് വിശേഷിപ്പിച്ച് പാകിസ്ഥാൻ കാലുപിടിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന്റെ വലിയൊരു പരാജയം തന്നെയാണ്. അനധികൃത ഭരണവും കൊടിയ മർദ്ദനങ്ങളും പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. നാളെ ഒരുപക്ഷെ അവർ പാകിസ്ഥാനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് ഇന്ത്യയിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു കാലവും വിദൂരമല്ല. ജസ്റ്റിസ് മരണം.